ഇന്ന് നമ്മൾ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണത്. ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അതിന് വെള്ളത്തിൽ കുതിർത്ത പച്ചരി, ഒരു 8 മണിക്കൂർ കുതിർത്ത പച്ചരി ആണിത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് വെക്കുന്ന കുറച്ച് ചോറ്, സ്വല്പം, ഒരു പിടിയോളമൊന്നും വേണ്ട, സ്വല്പം മതി. തേങ്ങ ചിരവിയത്, തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളമോ ഉണ്ടെങ്കിൽ അത് വെച്ച് അരയ്ക്കാം. പോരാത്ത വെള്ളവും കൂടെ ഒഴിക്കാം. ഈസ്റ്റ്, ഏലക്കായ. നമ്മൾ ചോറ് അരയ്ക്കുന്നത് കുറച്ച് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലർ കപ്പി കാച്ചും. ഈ പച്ചരിയിൽ നിന്ന് തന്നെ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി അത് കപ്പി കാച്ചി മയത്തിലാക്കിയിട്ട് അത് ചേർക്കാറുണ്ട്. ഞാനിവിടെ ചോറാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിത് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരും. അപ്പം കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ആയിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. കുറച്ച് ചോറ് ഇപ്പം അരയ്ക്കാൻ ഇടുന്നു. അടുത്ത ട്രിപ്പിന് ബാക്കി കൂടെ ഇടും. തേങ്ങ, കുറച്ച് ഈസ്റ്റ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടും ചെയ്യാം. ഞാൻ ഡയറക്റ്റായിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത്. ഏലക്കായ പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറേ ചേർക്കേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരയ്ക്കുകയാണ്. നമുക്ക് നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കാം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ച വട്ടയപ്പമാണിത്, വട്ടയപ്പത്തിൻ്റെ മാവാണിത്. നല്ലൊരു ഇഡലിയുടെ അത്രയും കട്ടി വേണ്ട, എന്നാലും ഇച്ചിരി ലൂസായിട്ടിരിക്കണം, എന്നാലും അപ്പത്തിന് നല്ല മയം കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊരു 5-6 ഈസ്റ്റ് ചേർത്തുകൊണ്ട് 5-6 മണിക്കൂർ മതി. ഇത് അപ്പോഴത്തേക്കും പൊങ്ങി വരും. അതിന് ശേഷം നമുക്ക് അപ്പച്ചമ്പിൽ പാത്രം വെച്ച് പുഴുങ്ങുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചസാരയും ഉപ്പും ചേർത്താൽ മതി. ഏലക്ക ഞാൻ ഓൾറെഡി അരച്ചപ്പോൾ ചേർത്തതുകൊണ്ട് ഇനി അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് മൂടി വെക്കാം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏലക്ക അരിയുടെ കൂടെ അരച്ചതുകൊണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടുക. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. മാവിൽ പഞ്ചസാര നല്ലപോലെ അലിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി കുക്കറോ അല്ലെങ്കിൽ ഇഡലി പുഴുങ്ങുന്ന പാത്രമോ വെച്ചിട്ട് അതിലോട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ, നല്ലപോലെ എണ്ണയോ നെയ്യോ തൂക്കാം. നല്ലപോലെ തൂത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കരുത്, ഒരു അര ഭാഗം ഒഴിച്ചാൽ മതി. ബാക്കി പൊങ്ങി വരും. അപ്പം അതിനുള്ള ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒഴിക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കശുവണ്ടിയോ ഉണക്കമുന്തിരിയോ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അത് കാണാൻ ഭംഗിയുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 10 to 12 മിനിറ്റ്സ് മതി വേകാനായിട്ട്. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വട്ടയപ്പം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഏതെങ്കിലും സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ ഈ സ്ക്യൂവർ കൊണ്ടോ ഒന്ന് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. നമുക്ക് എടുക്കാൻ സമയമായത്. നമുക്ക് എടുക്കാം.